നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റ് വിത്തും വിത്തവും. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ്. ശ്രീ സെബാസ്റ്റ്യൻ രചിച്ച കൃഷിക്കാരൻ എന്ന കൃതിയിൽ നിന്നെടുത്ത കൃഷി എന്ന കവിതയാണ് പാഠഭാഗം. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. സെബാസ്റ്റ്യൻ മലയാളത്തിലെ പ്രശസ്തനായ കവി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് ജനനം. ഗോവ, വിജയവാഡ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നടന്ന ദേശീയ കാവ്യോത്സവങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. പ്രധാന കൃതികൾ: പുറപ്പാട്, കവിയുത്തരം, 30 നവകവിതകൾ, പാട്ടുകെട്ടിയ കോട്ട. SBT കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ചൂളപ്പൊതികൾ, പ്രതിശരീരം, ഇരുട്ടുപിഴിഞ്ഞ്, യുവകലാസാഹിതി കവിതാ പുരസ്കാരം, മുല്ലനേഴി ഫൗണ്ടേഷൻ കവിതാ പുരസ്കാരം, P. ഭാസ്കരൻ കവിതാ പുരസ്കാരം തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ഈ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. നടനം തന്നെ ജീവിതം. ഗുരു ഗോപാലകൃഷ്ണന്റെ ജീവചരിത്രമാണിത്. ഹൃദയനിവാസികൾ എന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. ഇരുട്ടുപിഴിഞ്ഞ വെളിച്ചത്തിൽ എന്നത് കവിതാ പഠനങ്ങളാണ്. രമണീയമീ ജീവിതം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കവിതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നൽകിയിരിക്കുന്ന അനുബന്ധ വാക്യം കൂടി മനസ്സിലാക്കാം. മനവും കരവും കൈകോർക്കുമ്പോൾ മണ്ണിൽ സ്വർഗം വിളയുന്നു. ചിന്തകളും പ്രവൃത്തിയും ഏകീകരിക്കുമ്പോഴാണ് മികച്ച ഫലമുണ്ടാകുന്നത്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരാണ് ഭൂമിയെ ഉർവരയാക്കുന്നതും പ്രകൃതിയെ സ്വർഗതുല്യമാക്കി മാറ്റുന്നതും. ഈ ആശയമാണ് വരികളിലുള്ളത്. ഇനി കവിത വായിക്കാം. ഉള്ളം കയ്യിൽ നെൽകൃഷി ചെയ്യുന്ന ഒരാളുണ്ടത്രേ. 106 വയസ്സ്, 80 തോന്നിക്കൂ. അരോഗ ദൃഢഗാത്രൻ. 3 ഏക്കർ നിലം ഉണ്ടായിരുന്നത്രേ. കുറെ കടം കൊണ്ടുപോയി ബാക്കി റോഡ് വികസനം വിഴുങ്ങി. പുലരും മുമ്പുണരുന്നു, നിവർത്തിയ കൈവെള്ളയിൽ കലപ്പയിറക്കുന്നു. ഉഴുകുന്നു, വിതയ്ക്കുന്നു, വളമിടുന്നു. ഞാറുകൾ പറിച്ചു നടുന്നു, വെള്ളം തേകുന്നു. കൊക്കും എരണ്ടയും തവളയും അതിൽ നിറയുന്നു. വെയിൽ ചായുമ്പോൾ വിളഞ്ഞുകിടക്കുന്ന പാടശേഖരം ഒറ്റയ്ക്ക് കൊയ്യുന്നു. മെതിയും മറ്റും സന്ധ്യയ്ക്കാണ്. രാത്രിയിൽ അയാൾ സ്വന്തം കയ്യിൽ വിളയിച്ചെടുത്ത പുന്നെല്ലരിയുടെ കഞ്ഞി ആ കയ്യാൽ തന്നെ കോരിക്കുടിക്കുന്നു. ഒരിക്കൽ അയാളെ ചെന്നു കണ്ടു. രാത്രി കഞ്ഞികുടി കഴിഞ്ഞ് അയാൾ ഉറങ്ങാനൊരുങ്ങുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ആ ഉള്ളം കൈ. കൊയ്ത്തു കഴിഞ്ഞ വിശാലമായ പാടശേഖരങ്ങൾ, ചില കൊറ്റികൾ, തവളകളുടെ കരച്ചിൽ. ഭൂമിയുടെ ഉപരിതലത്തിലെ 9 ഇഞ്ചോളം വരുന്ന മേൽമണ്ണിലാണ് മനുഷ്യ സംസ്കാരം വേരുകൾ ആഴ്ത്തിയിട്ടുള്ളത്. കൃഷിഭൂമി നശിക്കുമ്പോഴും നഷ്ടപ്പെടുമ്പോഴും പുറന്തള്ളപ്പെടുന്ന കുറേ മനുഷ്യരുണ്ട്. കർഷകൻ സ്വപ്നഭൂവിൽ കൃഷി ചെയ്ത് വിളവെടുത്ത് ഉണ്ണേണ്ടി വരുന്ന നടപ്പുകാലത്തിൻ്റെ നേർചിത്രമാണ് സെബാസ്റ്റ്യൻ്റെ കൃഷി എന്ന കവിത. ഉള്ളംകൈയിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ, ഉള്ളംകൈ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർഷകൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ കാർഷിക വൃത്തിയെ ഉൾക്കൊണ്ട ഒരു കർഷകനാണ് ഈ കവിതയിലെ നായകൻ. ഇയാൾ ഒരാൾ മാത്രമല്ല, കൃഷിഭൂമി നഷ്ടപ്പെട്ട മണ്ണിൻ്റെ ഹൃദയത്തിൽ കൃഷി ചെയ്തിരുന്ന കർഷകരുടെ പ്രതിനിധി കൂടിയാണ്. ഉള്ളംകൈയിൽ കൃഷി ചെയ്യുന്ന കർഷകൻ എന്ന പ്രയോഗത്തിലൂടെ കൃഷിയും കൃഷിഭൂമിയും പ്രകൃതിയും സമസ്ത ഭാവത്തിൽ ഉൾവഹിക്കുന്ന യഥാർത്ഥ കർഷകനെയാണ് സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്നത്. ഈ കർഷകന് 100 വയസ്സ് കടന്നിട്ടുണ്ടെങ്കിലും ആരോഗ്യ ദൃഢഗാത്രനാണെന്ന് കവി പറയുമ്പോൾ അയാളുടെ ശരീരഭാഷയിൽ നിന്നും പ്രകൃതിക്കിണങ്ങിയ ജീവിത ശൈലിയും കൃഷിയിടത്തിലെ നിരന്തര ഇടപെടലും അത്യധ്വാനവും നമുക്ക് വായിച്ചെടുക്കാം. ഇയാളുടെ 3 ഏക്കർ കൃഷിഭൂമി കടം കാരണവും റോഡ് വികസനത്തിൻ്റെ ഭാഗമായും നഷ്ടപ്പെടുന്നു. മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകർ മിക്ക കാലങ്ങളിലും ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവണം. ഒരു കാലത്ത് കേരളത്തിലും അത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കർഷകർ കടന്നുപോയിട്ടുണ്ട്. കർഷക ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള സൂചനയൊക്കെയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
കടം കാരണം വികസനത്തിൻ്റെ പേരിലൊക്കെ കൃഷിഭൂമി കുറഞ്ഞു വരുന്നു. കൃഷി ചെയ്തിരുന്ന ഭൂമി ഇല്ലാതായ കർഷകൻ്റെ ദൈന്യവും ഭ്രമകൽപ്പനകളും ഇഴചേർന്നതാണ് കവിത. കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടും അയാളുടെ ഉള്ളം കൈ വയലായി മാറുന്നു. ഉള്ളംകൈ എന്നുള്ളത് കർഷകൻ്റെ ഹൃദയം തന്നെയാണ്. കൃഷിഭൂമിയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അയാളുടെ ഉള്ളിലുള്ള കർഷകൻ അപ്പോഴും ജീവനോടെ ഉണ്ട്. അയാളുടെ മനസ്സിൽ കൃഷി അപ്പോഴും നടക്കുന്നുണ്ട് എന്നർത്ഥം. ഉഴവും വിതയും കൊയ്ത്തും മെതിയും പൂർണ്ണഭാവത്തിൽ പ്രകൃതിയും അയാളുടെ കൈ തുറന്നാൽ കാണാമെന്ന് കവി പറയുമ്പോൾ കാർഷിക വൃത്തിയുടെ മഹത്വം പൂർണ്ണ അർത്ഥത്തിൽ വായനക്കാരനിൽ എത്തുന്നു. കർഷകരുടെ ദാരിദ്ര്യാവസ്ഥയും പട്ടിണിയും ഇവിടെ ഹൃദയഹാരിയായി പ്രതിഫലിക്കുന്നു. സാങ്കല്പികമായി വിശപ്പടക്കി ഉറങ്ങാനൊരുങ്ങുന്ന കർഷകന്റെ ഉള്ളംകൈ കാണുന്ന കാഴ്ചക്കാർ അവിടെ വിശാലമായ പാടശേഖരം കാണുന്നു. രക്തത്തിലും മജ്ജയിലും മാംസത്തിലും കൃഷി അലിഞ്ഞു ചേർന്ന കർഷകൻ പൂർണ്ണഭാവത്തിൽ കൃഷിഭൂമിയായി മാറുന്നു. മണ്ണിനെ അല്ലെങ്കിൽ കൃഷിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരാൾക്ക് അതില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അതുതന്നെയാണ് ഒരു ഭ്രമകൽപ്പനയിലൂടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടും അയാൾ കടന്നു പോകുന്നത്. അയാളുടെ ഹൃദയത്തിൽ അയാൾ ഉഴുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ട്, വളമിടുന്നുണ്ട്, ഞാറു പറിച്ചു നടന്നുണ്ട്. അങ്ങനെയുള്ള ആ കൃഷിഭൂമിയിൽ കൊക്കും മെരണ്ടയും തവളയും ഒക്കെ വന്നു നിറയുന്നതും അയാളുടെ ഭാവനയിൽ അയാൾ കാണുന്നുണ്ട്. എരണ്ട എന്നാൽ ഒരുതരം പക്ഷിയാണ്. വെയിൽ ചാഞ്ഞു കിടക്കുന്ന പാടശേഖരം അദ്ദേഹം ഒറ്റയ്ക്ക് കൊയ്യുന്നു, സന്ധ്യയ്ക്ക് മെതിക്കുന്നു. രാത്രിയിൽ അയാൾ സ്വന്തം കയ്യിൽ വിളയിച്ചെടുത്ത പുന്നല്ലരിയുടെ കഞ്ഞി ആ കയ്യാൽ തന്നെ കോരിക്കുടിക്കുന്നു എന്നുള്ളത് ഉപജീവനമാർഗം നഷ്ടപ്പെട്ട ദാരിദ്ര്യാവസ്ഥയിലുള്ള ഒരു കർഷകനെ കൂടിയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന കർഷകന്റെ ദയനീയമായ ചിത്രവും അയാളുടെ ഉള്ളം കൈയിലെ ചിത്രവും കൃഷിഭൂമി എങ്ങനെയാണ് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി മാറിയത്, അല്ലെങ്കിൽ നഗരം എങ്ങനെയാണ് പതിയെ പതിയെ അയാളുടെ കൃഷിഭൂമിയെ ഏറ്റെടുത്തത് എന്നുള്ളതിനുള്ള നേർക്കാഴ്ചയാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന രേഖാചിത്രങ്ങൾ. കവിതയിലെ ആശയത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഈ രേഖാചിത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് കാവ്യഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങൾ കൂടി നോക്കാം. കണ്ടെത്തി പറയുക. കൃഷിഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ എന്തെല്ലാം സൂചനകളാണ് കവിതയിൽ നിന്ന് ലഭിക്കുന്നത്? 3 ഏക്കർ നിലം ഉണ്ടായിരുന്നത്രേ, കുറെ കടം കൊണ്ടുപോയി, ബാക്കി റോഡ് വികസനം വിഴുങ്ങി. ഈ വരികളിൽ നിന്ന് കൃഷിഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ സൂചനകൾ കാണാം. അടുത്തത് കവിതയിൽ സൂചിപ്പിക്കുന്ന കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ. കലപ്പയിറക്കുന്നു, ഉഴുകുന്നു, വിതയ്ക്കുന്നു, വളമിടുന്നു, ഞാറുകൾ പറിച്ചു നടുന്നു, വെള്ളം തേവുന്നു, കൊയ്യുന്നു, മെതിക്കുന്നു. ഇവയെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തികളാണ്. അടുത്ത ചോദ്യം, സ്വാഭിപ്രായം വ്യക്തമാക്കുക. കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകന്റെ ദൈന്യതയും സ്വപ്നവുമാണ് കവിത പങ്കുവെക്കുന്നത്. ചർച്ച ചെയ്ത് സ്വാഭിപ്രായം വ്യക്തമാക്കുക. സെബാസ്റ്റ്യന്റെ കൃഷി എന്ന കവിത കൃഷിഭൂമി നഷ്ടപ്പെടുന്ന ഒരു കർഷകന്റെ വ്യക്തിപരമായ ദുഃഖകഥ മാത്രമല്ല, അത് സമകാലിക സമൂഹത്തിന്റെ വികസന ധാരണകളാൽ പുറന്തള്ളപ്പെടുന്ന അനേകം കർഷകരുടെ പൊതുചിത്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ 9 ഇഞ്ചോളം വരുന്ന മേൽമണ്ണിലാണ് മനുഷ്യ സംസ്കാരം വേരൂന്നിയിരിക്കുന്നത് എന്ന ആശയം കവിതയുടെ ആത്മാവാണ്. ആ മേൽമണ്ണ് നശിക്കുമ്പോൾ അതോടൊപ്പം മനുഷ്യന്റെ ജീവിതവും സംസ്കാരവും സ്വപ്നങ്ങളും തകർന്നു പോകുന്നു. കവിതയിലെ കർഷകൻ തൻ്റെ കൃഷിഭൂമി നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന ദൈന്യത വളരെ ശക്തമായി അവതരിപ്പിക്കപ്പെടുന്നു. കടബാധ്യതകളും റോഡ് വികസനവും പോലെയുള്ള വികസന പദ്ധതികൾ അയാളെ ഭൂമിയില്ലാത്തവനാക്കുന്നു. കൃഷിയിടം നഷ്ടപ്പെട്ടത് അവൻ്റെ ഉപജീവന മാർഗം മാത്രമല്ല, അവൻ്റെ ആത്മാവിൻ്റെ ഭാഗം കൂടിയാണ് നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അയാൾ നേരിടുന്ന മാനസിക വിഭ്രാന്തിയും ഭ്രമകൽപ്പനകളും കവിതയിൽ സ്വാഭാവികമായി ഒഴുകി വരുന്നു. അതേസമയം ഈ കവിത ദുഃഖത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. കർഷകന്റെ സ്വപ്നലോകം അതിനോടൊപ്പം നിലനിൽക്കുന്നു. കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടും ഉള്ളം കൈ വയലായി മാറുന്നു എന്ന ശക്തമായ പ്രതീകത്തിലൂടെ കവി കർഷകന്റെ അദമ്യമായ ആത്മാവിനെ വരച്ചു കാട്ടുന്നു. ഉഴവും വിതയും കൊയ്ത്തും
മെതിയും അവൻ്റെ ഉള്ളിലുണ്ട്. ഭൂമി കൈവിട്ടാലും കൃഷി അവൻ്റെ ഹൃദയം വിട്ടുപോകുന്നില്ല. ഇതിലൂടെ കവി കാർഷിക വൃത്തിയുടെ മഹത്വവും പ്രകൃതിയോട് ചേർന്ന ജീവിതത്തിൻ്റെ ശാശ്വത മൂല്യവും വായനക്കാരനിലേക്ക് എത്തിക്കുന്നു. ഈ കവിത കൃഷിഭൂമി നഷ്ടപ്പെടുന്ന കർഷകന്റെ ദൈന്യതയെയും സ്വപ്നത്തെയും സമതുലിതമായി അവതരിപ്പിക്കുന്നു. ദൈന്യത യാഥാർത്ഥ്യമാണ്, സ്വപ്നം അതിജീവനത്തിൻ്റെ അടയാളമാണ്. വികസനത്തിൻ്റെ പേരിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് വേർപെടുത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എത്ര വലിയതാണെന്ന് കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃഷി എന്ന കവിത ഒരു കർഷകന്റെ കഥയായി മാത്രം വായിക്കാതെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കരച്ചിലായി വായിക്കപ്പെടേണ്ടതാണ്. അടുത്ത ചോദ്യം, കൃഷിപ്പതിപ്പ്. ചേറ്റിക്കുത്തിയ കൈ ചോറ്റിക്കുത്താം. ഈ പഴഞ്ചൊല്ലിൻ്റെ പൊരുളെന്ത്? കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, കടങ്കഥകൾ എന്നിവ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കുക. ചേറ്റിൽ എന്നാൽ ചെളിയിൽ കൈകുത്തി ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് പിന്നീട് ചോറ്റിൽ അതായത് ഭക്ഷണത്തിൽ കൈകുത്തിയും അതായത് മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലും അതേ കൈപുണ്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ. കഠിനാധ്വാനവും അനുഭവവുമുള്ള കർഷകൻ ഏതു സാഹചര്യത്തിലായാലും വിജയിക്കുമെന്ന ആശയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അധ്വാനിക്കുന്നവൻ ഉയർച്ചയിലേക്കെത്താം എന്നുള്ള പൊതുവായ ആശയവും ഈ പഴഞ്ചൊല്ലിലുണ്ട്. ഇനി കൂടുതൽ പഴഞ്ചൊല്ലുകൾ നോക്കാം. വിത്തുഗുണം 10 ഗുണം, ഞാറില്ലെങ്കിൽ ചോറില്ല, മുളയിലറിയാം വിള, പത്തായമുള്ളിടം പറയും കാണും, ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്, കളപറിച്ചാൽ കളം നിറയും, വിത്തിനൊത്ത വിള. ഇനി ശൈലികൾ. മണ്ണിൽ കാൽ നട്ടു നിൽക്കുക, യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കുക എന്നർത്ഥം. വിത്തിടുക, ഒരു കാര്യത്തിന് തുടക്കമിടുക. വിളവ് കൊയ്യുക, പരിശ്രമത്തിൻ്റെ ഫലം ലഭിക്കുക. ഉഴവിനിറങ്ങുക, കഠിനാധ്വാനം ആരംഭിക്കുക. വയലായി മാറുക, സമൃദ്ധിയുള്ള അവസ്ഥയിലാകുക. ഇത്രയുമാണ് ശൈലികൾ. ഇനി കടങ്കഥകൾ നോക്കാം. ആടി ആടി നിന്നതും ഞാൻ, അഴകനെ പെറ്റതും ഞാൻ, അഴകനിതാ അറയിലും മുറിയിലും, ഞാനിതാ ചേറിലും ചെളിയിലും. നെല്ല് ഉരുണ്ടുരുണ്ട് അങ്ങാടിയോളം. കുരുമുളക് അവിടെ കുത്തി ഇവിടെ കുത്തി അമ്പലം കടത്തിക്കുത്തി. ഞാറു നടുന്നത് തല പത്തായത്തിൽ തടി തൊട്ടിയിൽ. നെല്ല് കൊയ്ത് മെതിക്കുക. അടുത്ത ചോദ്യം, കൊളാഷ്. കർഷകന്റെ ഉള്ളംകൈയിൽ കൃഷിഭൂമി ഒന്നാകെ പ്രതിഫലിക്കുന്നു. ഈ ആശയം മുൻനിർത്തി കാർഷിക മേഖലയുമായി ബന്ധമുള്ള കൊളാഷ് നിർമ്മിക്കുക. കൊളാഷ് നിർമ്മിക്കുമ്പോൾ പ്രതലം നിശ്ചയിക്കൽ, സാമഗ്രികൾ കണ്ടെത്തൽ, ഉചിതമായി വിന്യസിക്കൽ എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു കൊളാഷ് നിർമ്മിക്കാം എന്നതിൻ്റെ വളരെ ചെറിയൊരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉള്ളംകൈയുടെ അകത്ത് വലിയൊരു ഉള്ളംകൈ, കർഷകന്റെ ഉള്ളംകൈ എന്നുള്ള രീതിയിൽ വലിയൊരു ഉള്ളംകൈ വരയ്ക്കുക. അതിനകത്ത് നെൽവയൽ ചിത്രങ്ങൾ, വിത്തിടുന്ന കർഷകൻ, കാളവണ്ടി അല്ലെങ്കിൽ ട്രാക്ടർ, കൃഷി ഉപകരണങ്ങൾ, വെള്ളച്ചാലുകൾ, മഴ, സൂര്യൻ എന്നിവയൊക്കെ ആ ഉള്ളംകൈയിൽ വരച്ചു ചേർക്കാം. അല്ലെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ മുറിച്ച് കൈയുടെ രൂപത്തിനുള്ളിൽ ഒട്ടിക്കുക. ഇത്രയുമാണ് ഒരു കൊളാഷ് നിർമ്മിക്കാൻ ഏറ്റവും ലളിതമായൊരു രീതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിത്തും കൈക്കോട്ടും. കൊണ്ടേരൻ്റെ ശ്വാസഗതി ക്രമത്തിലായി. ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് കിടക്കുമ്പോൾ സ്ഥലകാലാവബോധമുണ്ടായതുപോലെ കൊണ്ടേരൻ മൂപ്പിൽ നായരെ താണുതൊഴുത് തിരിച്ചു പോന്നു. അത്തിക്കോട്ടിലേക്ക് വേണ്ടി നട്ടുണ്ടാക്കിയ ഫലവൃക്ഷങ്ങളുടെ തയ്യുകളൊക്കെ എന്തു ചെയ്യണം? കൊണ്ടേരൻ കുറേയേറെ ആലോചിച്ചു. അടുത്ത കൊല്ലം ഒഴിഞ്ഞു കൊടുക്കേണ്ട ഭൂമിയിൽ പുലാത്തയ്യു വച്ചാൽ ചക്കയിട്ടു തിന്നാൻ ആരാവും? ആ കർമ്മയോഗിയായ കൃഷിക്കാരൻ തീരുമാനിച്ചു, വെച്ചു പിടിപ്പിക്കുക തന്നെ, ആരാച്ചാൽ ചക്കയിട്ട് തിന്നോട്ടെ. വിത്തും കൈക്കോട്ടും കള്ളൻ ചക്കേട്ടു കണ്ടാമുണ്ടണ്ട കൊണ്ടേ തിന്നോട്ടെ. ആ വിഷുക്കാലത്ത് പാടുന്ന പക്ഷിയുടെ ശബ്ദം കൊണ്ടേരനെ ആവേശം കൊള്ളിച്ചു. അത്തിക്കോട്ടിലേക്ക് നടന്നു. തളികപ്പ പാറയെ ഉള്ളിലാക്കിക്കൊണ്ട് ഒരു 4 പറ വിത്തിൻ്റെ പറമ്പ് വളച്ചുകെട്ടി വളപ്പാക്കാൻ കൊണ്ടേരൻ തീരുമാനിച്ചു. ആലിൻ്റെ കൊമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് തറിയിട്ടു. വെട്ടിച്ചാരിയ മുള്ളുകൊണ്ട് കണ്ണടച്ചു വേലി കെട്ടി.
വേലിയുടെ അരികെ ഒന്നിടവിട്ട് മാവിൻ തെയ്യും പലാവിൻ തെയ്യും നടാൻ കുഴികുത്തി കാച്ചിച്ചുട്ടു. മഴയും കാത്തിരുന്നു. മണ്ണിൻ്റെ മാറിൽ ചെറുകാട്. ചോദ്യം: വിഷുപ്പക്ഷിയുടെ പാട്ടിന് കൊണ്ടേരൻ്റെ പ്രവർത്തികളുമായുള്ള ബന്ധമെന്ത്? ചർച്ച ചെയ്യുക. വിഷുക്കാലത്ത് കേൾക്കുന്ന വിഷുപ്പക്ഷിയുടെ പാട്ട് പ്രകൃതിയിലെ പുതുജീവന്റെ, പ്രതീക്ഷയുടെ, നവാരംഭത്തിൻ്റെ പ്രതീകമാണ്. വിത്ത് മണ്ണിലിറങ്ങാൻ തയ്യാറാകുന്ന കാലത്തിൻ്റെ സ്വാഭാവിക വിളിയാണിത്. ആ പക്ഷിയുടെ ശബ്ദം കൊണ്ടേരൻ്റെ ഉള്ളിൽ ആവേശവും ഉണർവുമാണ് സൃഷ്ടിക്കുന്നത്. അത് വെറും ശബ്ദമല്ല, കൃഷിയിലേക്ക് അവനെ വിളിക്കുന്ന പ്രകൃതിയുടെ ആഹ്വാനം തന്നെയാണ്. കൊണ്ടേരൻ ഭൂമി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന അറിവുണ്ടായിട്ടും വിത്ത് വിതയ്ക്കാനും മരങ്ങൾ നട്ടുവളർത്താനും തീരുമാനിക്കുന്നു. അതിൽ നിന്ന് അവൻ കാണിക്കുന്നത് സ്വാർത്ഥ ലാഭമല്ല, മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള വിശ്വാസവും കർമ്മയോഗവുമാണ്. ആരാച്ചാൽ ചക്കയിട്ട് തിന്നോട്ടെ എന്ന അവൻ്റെ തീരുമാനത്തിൽ കൃഷി ഒരു വ്യക്തിയുടെ ആവശ്യത്തിന് മാത്രം വേണ്ടിയല്ല എന്ന ഉയർന്ന കൃഷിബോധം വ്യക്തമാകുന്നു. വിഷുപ്പക്ഷിയുടെ പാട്ട് കൊണ്ടേരനിൽ പ്രതീക്ഷ ഉണർത്തുന്നു, പ്രവർത്തനോത്സാഹം നൽകുന്നു, വിത്തിടാനുള്ള ആത്മവിശ്വാസം നൽകുന്നു. അതുപോലെ കൊണ്ടേരൻ്റെ പ്രവൃത്തികൾ പ്രകൃതിയോടുള്ള ഐക്യവും ലയവും പ്രകടിപ്പിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹജീവിത ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു. കൃഷിയെ ജീവിതധർമ്മമായി കാണുന്ന മനോഭാവം തെളിയിക്കുന്നു. വിഷുപ്പക്ഷിയുടെ പാട്ട് പ്രകൃതിയുടെ സന്ദേശമാണ്. കൊണ്ടേരൻ്റെ പ്രവൃത്തികൾ അതിനുള്ള മനുഷ്യൻ്റെ മറുപടിയും. കവിതയുടെ ആശയം, തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങൾ ഇവയെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.